ചലച്ചിത്ര നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായി. ഹൈക്കോടതി ഇന്നലെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. പക്ഷേ ഉത്തരവിൻ്റെ പകർപ്പ് ജയിലിൽ സമയത്ത് എത്താത്തത് കൊണ്ട് നടൻ്റെ മോചനം വൈകിപ്പോയി. ഇതിൽ പോലീസിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്നൊക്കെ ചില സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. തെലുങ്ക് നാട്ടിൽ നിന്ന് പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ടുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട ഒരു യുവതി മരിച്ച സംഭവത്തിലാണ് ഇന്നലെ അല്ലു അർജുനെ നാടകീയമായി അറസ്റ്റ് ചെയ്തത്. നമുക്കൊപ്പം മുഹമ്മദ് റഹീസ് ചേരും, അതുപോലെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാറും ചേരും. ആദ്യം റഹീസിലേക്ക്. റഹീസ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ആരാധക ലക്ഷങ്ങൾക്ക് ആവേശം പകർന്ന അദ്ദേഹം ജയിൽ മോചിതനായി. കാരണം ഇന്നലെ പാതിര കഴിഞ്ഞിട്ടും ജയിലിന് ചുറ്റും ആരാധകരുണ്ടായിരുന്നു. ഇന്ന് പ്രഭാതത്തിലും ആരാധകരെ അവിടെ പോലീസ് പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹം ജയിൽ മോചിതനായി. ജയിലിൻ്റെ പിന്നിലൂടെ അദ്ദേഹത്തിനെ ഇറക്കി വീട്ടിലെത്തിച്ചു എന്നൊക്കെ വാർത്ത വരുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് റഹീസ്? തീർച്ചയായിട്ടും ആരാധകർക്ക് ആശ്വസിക്കാം, ഒപ്പം തന്നെ അല്ലു അർജുനും ആശ്വസിക്കാം. അപ്രതീക്ഷിതമായ ഏറ്റൊരു ആഘാതമാണ്. അതിന് ഇന്നലെ വൈകിട്ട് ഒരു ആശ്വാസം ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന് ഇന്നലെ ജയിലിൽ കഴിയേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിൽ ചഞ്ചൽഗുഡ ജയിലിൽ ഇന്നലെ ഒരു ദിവസം ഇന്നലെ രാത്രി മുഴുവൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അല്ലു അർജുൻ ജയിൽ മോചിതനായിരിക്കുന്നത്. ഏതാണ്ട് 6:40 കൂടിയാണ് അദ്ദേഹത്തിനെ ജയിലിൽ നിന്നും പുറത്തിറക്കിയതായി അഭിഭാഷകൻ അറിയിച്ചത്. അദ്ദേഹത്തിൻ്റെ ആരാധകരും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരും ഒക്കെ ചഞ്ചൽഗുഡ ജയിലിൻ്റെ മുൻവശത്തുണ്ടായിരുന്നു. പക്ഷേ ഇവർക്കൊന്നും പിടിതരാതെ പിൻവശത്തു കൂടിയാണ് അല്ലു അർജുൻ ഇപ്പോൾ പുറത്തിറങ്ങി പോയിരിക്കുന്നത്. അത് പോലീസിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് എന്ന് കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് 2 മണി 3 മണി വരെ അല്ലു അർജുനെ കാത്ത് ഒരുപാട് പേർ പുറത്തുണ്ടായിരുന്നു, ആരാധകർ പുറത്തുണ്ടായിരുന്നു. അവർ ഹൈദരാബാദ് നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധങ്ങളൊക്കെ നടത്തി. അതിനുശേഷം ജയിലിന് മുന്നിൽ തടിച്ചുകൂടി. പോലീസ് ഏറെ പാടുപെടുന്നുണ്ടായിരുന്നു ഇവരെ പുറത്തിറക്കാൻ. എന്തായാലും അല്ലു അർജുൻ എപ്പോൾ പുറത്തിറങ്ങും എന്നുള്ളൊരു ചോദ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഏതാണ്ട് 6:15 കൂടി അല്ലു അർജുൻ്റെ പിതാവ്, ഒപ്പം തന്നെ ഭാര്യയുടെ പിതാവ്, സഹോദരനൊക്കെ ജയിലിലേക്ക് എത്തുന്നു. ഒപ്പം അഭിഭാഷകനും ജയിലിലേക്ക് എത്തുന്നു. ഏതാണ്ട് 15 മിനിറ്റ് നീണ്ട ഒരു പ്രക്രിയകൾക്കൊക്കെ ഒടുവിൽ ആ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തിയതിനു ശേഷം 6:30 കഴിഞ്ഞ് 6:40 അല്ലു അർജുൻ ജയിൽ മോചിതനാകുന്നത്. ശേഷം മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനാണ്. അഭിഭാഷകൻ മാധ്യമപ്രവർത്തകരോട് അത് സ്ഥിരീകരിച്ചു. അല്ലു അർജുൻ മോചിതനായിരിക്കുന്നു, അദ്ദേഹത്തിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ജയിലിന് പിൻവശത്തുള്ള ഗേറ്റിലൂടെയാണ് പുറത്തേക്ക് പോയത്. പോലീസിൻ്റെ അകമ്പടി ഉണ്ടായിരുന്നു. പോലീസ് വാഹനങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയത്. ഇന്നലെ എവിടെ നിന്നാണോ അറസ്റ്റ് ചെയ്തത് അതേ വീട്ടിലേക്ക് മടങ്ങിയത് എന്നുള്ള കാര്യം കൂടി അഭിഭാഷകൻ അറിയിക്കുന്നു. ഒപ്പം പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് രാവിലെ അല്പസമയത്തിന് മുമ്പും അഭിഭാഷകൻ ഉന്നയിച്ചത്. അതായത് ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തിന് തെലങ്കാന ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്നു. ആ ജാമ്യത്തിൻ്റെ കോപ്പി ജയിലിൽ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ റിലീസ് ചെയ്യാൻ കഴിയുമെന്നാണ് അഭിഭാഷകൻ പറയുന്നത്. എന്നിട്ടും പോലീസ് ഇതിലൊരു വൈകിപ്പിക്കൽ ഉണ്ടാക്കി. ഇന്നലെ രാത്രി ഇവിടെ നിന്നും സൂപ്രണ്ട് മടങ്ങി. ഒപ്പം തന്നെ ഈ അപേക്ഷ സ്വീകരിക്കാൻ തയ്യാറായില്ല. സമയത്തിൻ്റെ സാങ്കേതിക പ്രശ്നം പറഞ്ഞുകൊണ്ട് അപേക്ഷയുടെ കോപ്പി അല്ലെങ്കിൽ ഈ ജാമ്യത്തിൻ്റെ കോപ്പി സ്വീകരിച്ചില്ല. അങ്ങനെ ഒരു ദിവസം മുഴുവൻ രാത്രി മുഴുവൻ ഇദ്ദേഹത്തിനെ ജയിലിൽ നിർത്തിയിരിക്കണം എന്നുള്ളൊരു വാശി പോലീസിനുണ്ടായിരുന്നു. ഇതിൽ നിയമപരമായി മുന്നോട്ട് പോകും എന്നുകൂടി അഭിഭാഷകൻ പറഞ്ഞു വെക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ വാദം ഏതാണ്ടൊക്കെ ശരിയാണ്. കാരണം ഇന്നലത്തെ പോലീസിൻ്റെ നടപടികളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു കടുംപിടുത്തം പോലീസിനുണ്ടായിരുന്നു. അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നടത്തിയ ഓരോ നീക്കങ്ങളും അദ്ദേഹത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു വാശിയുടെ പുറത്തായിരുന്നു എന്നുകൂടി പറയേണ്ടി വരും. കാരണം വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു, ഞൊടിയിടയിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു, വലിയ ചോദ്യം ചെയ്യലുകളൊന്നുമില്ല. നേരെ തന്നെ അദ്ദേഹത്തിന് വൈദ്യപരിശോധനയ്ക്കായി ഗാന്ധി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ശേഷം നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും ശക്തിയുക്തമായ വാദം ഉന്നയിച്ച് അദ്ദേഹത്തിൻ്റെ ജാമ്യം തടയുന്നു. ശേഷം ഉടൻ തന്നെ ജയിലിലേക്ക് മാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അപ്പോൾ പോലീസ് വിജയിച്ചു നിൽക്കുന്നു എന്ന് കരുതിയപ്പോഴാണ് ശേഷം ഈ ഹൈക്കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ, അതിലും പബ്ലിക് പ്രോസിക്യൂട്ടർ എടുത്ത നിലപാട് അദ്ദേഹത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോകണം, അല്ലു അർജുൻ കാരണം മാത്രമാണ് ഈ ഒരു വലിയ തിക്കും തിരക്കും ഉണ്ടായത്, അതുകൊണ്ട് ജയിലിലേക്ക് എത്തിക്കണമെന്ന് പറയുന്നു. അവിടെ അല്ലു അർജുൻ്റെ അഭിഭാഷകർ എതിർവാദം ഉന്നയിക്കുന്നു. കോടതി അവസാനം അല്ലു അർജുനും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, ഈ ഒരു അപകടം അല്ലെങ്കിൽ ഈ ഒരു സംഭവം അല്ലു അർജുൻ ബോധപൂർവം നടത്തിയതല്ല എന്നുള്ളൊരു ഫൈൻഡിങ്സ് ഒക്കെ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നു. അപ്പോൾ അല്ലു അർജുൻ ഏതാണ്ട് നിമിഷങ്ങൾക്കകം പുറത്തു വരുമെന്ന് കരുതി. അങ്ങനെ അടുത്ത ട്വിസ്റ്റും കഴിഞ്ഞു. ശേഷം രാത്രിയോടുകൂടിയാണ് അല്ലു അർജുൻ ഇന്ന് പുറത്തിറങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പായത്. അതായത് ഈ സമയത്തിനുള്ളിൽ കുറച്ചു നേരം അദ്ദേഹത്തിനെ ചഞ്ചൽഗുഡി പോലീസ് സ്റ്റേഷനിലാണ് ഇരുത്തിയിരുന്നത്. അപ്പോൾ എന്തായാലും ജാമ്യത്തിൻ്റെ കോപ്പി വരും, ആ കോപ്പി കാട്ടിക്കൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങുകയാണ് എന്നുള്ളൊരു ആംഗിളാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞത്. പക്ഷേ അതിനുശേഷം ഇദ്ദേഹത്തിനെ ജയിലിലേക്ക് മാറ്റിയാൽ എന്തായാലും
തീർച്ചയായും സ്വാഭാവികമായി അതിനൊരു നടപടിക്രമമുണ്ട്, സമയക്രമമുണ്ട്. ആ സമയക്രമം അനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിനെ പുറത്തിറക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഒരു 10:30 അല്ലു അർജുൻ ഇന്ന് പുറത്തിറങ്ങില്ല എന്നുള്ള വാർത്ത പടർന്നു. പിന്നാലെ ജയിൽ അധികൃതർ പുറത്തേക്കെത്തി. അവരോട് ചോദ്യം ചോദിച്ചപ്പോൾ നാളെ മാത്രമേ അല്ലു അർജുൻ പുറത്തിറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു. അക്ഷമരായി കാത്തുനിന്ന അല്ലു അർജുൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ജയിലിന് മുന്നിൽ നിന്ന് വീട്ടിലേക്ക് പോയി. അപ്പോഴും ആരാധകർ അവിടെ തുടരുന്നുണ്ടായിരുന്നു. അവർ ഹൈദരാബാദ് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തി. ശേഷം 2 മണിവരെ ജയിലിന് മുന്നിൽ തുടർന്നു. എന്നിട്ടാണ് പോലീസ് എത്തി ഇവരെ അവിടെ നിന്നും മാറ്റുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ നാടകീയതയൊക്കെ നിറഞ്ഞ ഒരു അറസ്റ്റ് ശേഷം ഇന്ന് രാവിലെ 6:40 എന്തായാലും അല്ലു അർജുൻ പുറത്തിറങ്ങിയിരിക്കുന്നു. ഓക്കെ, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ഇനി അറസ്റ്റിനൊരു രാഷ്ട്രീയമുണ്ട്, നമ്മൾ പരിശോധിക്കുകയാണ്. നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ നമ്മുടെ നിരീക്ഷകൻ ചേരുകയാണ്. ദിലീപ്, ഗുഡ് മോർണിംഗ്. ദിലീപ്, യഥാർത്ഥത്തിൽ ഈ പോലീസ് മനഃപൂർവ്വം നീക്കങ്ങൾ നടത്തി അദ്ദേഹത്തിനെ ഒരു ദിവസം ജയിലിലിട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുകയാണ്. ഈ അറസ്റ്റിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടോ? ഈ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയം സംശയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കം അതും സംശയിക്കുന്നുണ്ട്. അതൊരു വലിയ പകയായി മാറുന്നു എന്ന നിലയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 2 സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശും തെലങ്കാനയും, അത് 2 സംസ്ഥാനങ്ങളായി നേരത്തെ ഉണ്ടായിരുന്ന ആന്ധ്രാപ്രദേശ് മാറിയെങ്കിലും ഇപ്പോഴും സിനിമയെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ചിന്താധാരകളൊക്കെ സംബന്ധിച്ചൊക്കെ ഈ 2 സംസ്ഥാനങ്ങളിലെയും ഏകദേശം പൊതുവായ ചില കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് തെലുങ്ക് സിനിമയാണ്. അതുകൊണ്ട് തന്നെ തെലുങ്ക് സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ അവിടുത്തെ നായകർ, അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, ഇതൊക്കെ തന്നെ 2 സംസ്ഥാനങ്ങൾക്കും ഏറെ അടുപ്പമുള്ളവരും പ്രിയപ്പെട്ടവരുമാണ്. മാത്രമല്ല 2 കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കൂടി, അതായത് അല്ലു കുടുംബവും കോഡ്നേനി കുടുംബവും തമ്മിലുള്ള തർക്കം കൂടി ഇതിലേക്ക് ഉണ്ടോ എന്ന കാര്യം കൂടി ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ്. 2ഉം വളരെ അടുപ്പമുള്ള കുടുംബങ്ങളായിരുന്നു, അടുത്ത ബന്ധുക്കളാണ്. പക്ഷേ പിന്നീട് ഒരു രാഷ്ട്രീയപരമായ തർക്കം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത്. ഈ പുഷ്പ 2വിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് തന്നെ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇതിൻ്റെ പ്രദർശനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ സിനിമ കാണാനില്ല എന്ന നിലയിലുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നതാണ്. ഈ 2 കുടുംബങ്ങളും പടിഞ്ഞാറൻ ഗോദാവരിയിൽ നിന്നുള്ളവരാണ്. ഈ 2 കുടുംബങ്ങളുടെയും പിതാക്കൾ എന്ന് പറയുന്നത് അവിടെ പടിഞ്ഞാറൻ ഗോദാവരിയിൽ നിന്നുള്ളവരാണ്. ആന്ധ്രാപ്രദേശിലെ ഒരു ജില്ലയാണ് പടിഞ്ഞാറൻ ഗോദാവരി. ഈ അല്ലു രാമലിംഗയ്യ, അതോടൊപ്പം തന്നെ കോട്നേനി വെങ്കിട്ടറാവു, ഇവർ 2 പേരുടെയും കുടുംബങ്ങൾ. കോട്നേനി വെങ്കിട്ടറാവുവിൻ്റെ മക്കളാണ് ഈ പവൻ കല്യാൺ, ചിരഞ്ജീവി, നാഗേന്ദ്രബാബു തുടങ്ങിയവർ. ഈ അല്ലു അർജുൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഈ അല്ലു രാമലിംഗയ്യ, അദ്ദേഹത്തിൻ്റെ മകൾ സുരേഖയെയാണ് ചിരഞ്ജീവി വിവാഹം ചെയ്തിട്ടുള്ളത്. എഴുത്തുകാരാണ് ഈ 2 പേരുടെയും ഈ പിതാക്കൾ എന്ന് പറയുന്ന വെങ്കിട്ടറാവുവും രാമലിംഗയ്യയും. ഇവരുടെ ആ കുടുംബം ആ തരത്തിലുള്ള ബന്ധവുമായി പോകവെയാണ് 2024 പൊതു തെരഞ്ഞെടുപ്പിൽ അവിടെ YSR കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആന്ധ്രാപ്രദേശിൽ അല്ലു അർജുൻ്റെ കുടുംബം പിന്തുണച്ചു എന്നാരോപിച്ചുകൊണ്ട് ഈ പവൻ കല്യാണിൻ്റെ അനുയായികൾ ആ നിലയിലുള്ള എതിർപ്പുയർത്തിയിരുന്നത്. മാത്രമല്ല ചന്ദ്രബാബു നായിഡു BJP സഖ്യത്തിൻ്റെ ഭാഗമായാണ് പവൻ കല്യാൺ ഇത്തവണ മത്സരിക്കുകയും ചെയ്തത്. ആ ഒരു രാഷ്ട്രീയ പക അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. തെലങ്കാനയിലേക്ക് വന്നാൽ അവിടെ രേവന്ത് റെഡ്ഡിയാണ് മുഖ്യമന്ത്രി, കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ അദ്ദേഹം ചന്ദ്രബാബു നായിഡുവിനെ പിന്തുണയ്ക്കുന്നു ആന്ധ്രാപ്രദേശിൽ. അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളോടാണ് അദ്ദേഹത്തിന് യോജിപ്പ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. ഏതായാലും തെലങ്കാനയിൽ അവിടുത്തെ പ്രതിപക്ഷമായ BRSഉം BJPയും ഇപ്പോൾ ഈ അറസ്റ്റിനെതിരെ രംഗത്ത് വരികയും ശക്തമായി തന്നെ അവരുടെ അണികളൊക്കെ രംഗത്ത് വരികയും പ്രക്ഷോഭവുമായി വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇത് ഈ 2 സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയത്തെ കൂടി ബാധിക്കുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. താങ്ക് യു. ദിലീപ് കുമാറാണ് നമ്മുടെ നിരീക്ഷകനാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ അല്ലു അർജുൻ പുറത്ത് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിനെ ജയിലിൻ്റെ പിൻഭാഗത്തു കൂടിയാണ് വീട്ടിലേക്ക് എത്തിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അങ്ങനെയാണ് വെളിപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ ജയിലിൻ്റെ മുന്നിലൂടെ ഇറക്കിക്കൊണ്ടു പോയാൽ ആരാധക ലക്ഷങ്ങൾ വന്ന് ചിലപ്പോൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് ഭയന്ന പോലീസ് തന്നെയാണ് ഇദ്ദേഹത്തിനെ ജയിലിൻ്റെ പിന്നിലൂടെ വണ്ടിയിൽ വീട്ടിലേക്ക് എത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അതാണ്.